evening all. I'm Suprabha Nair. Hello everyone, I'm Neetu Pillai. യൂറോപ്പിലെ ഏറ്റവും വലിയ കലാമാമാങ്കമായ 10ാമത് ഏഷ്യനെറ്റ് യൂറോപ്പ് ടാലന്റ് കോൺടെസ്റ്റിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. A warm welcome to you all to the 10th year Asianet Talent Hunt, which is very popular among the Malayali community in Europe. The ഏഷ്യനെറ്റ് ടാലന്റ് കോൺടെസ്റ്റിന്റെ 10ാം വാർഷികമാണെന്നത് ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടും. ഈ 10ാം വാർഷിക ആഘോഷവേളയിൽ ഈ ചടങ്ങിന് സ്വാഗതം അർപ്പിക്കാനായി ഏഷ്യനെറ്റ് യൂറോപ്പ് ഡയറക്ടർ മിസ്റ്റർ ശ്രീകുമാറിനെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Please put your hands together for the man who has led this show to its success, Mr. Srikumar. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വളരെയധികം അഭിമാനത്തോടും അതിലേറെ സന്തോഷത്തോടും കൂടിയാണ് ഇന്ന് നിങ്ങളെ ഓരോരുത്തരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാനായി ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. 10 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഒരു ചെറിയ സംരംഭം ഇന്ന് യൂറോപ്പിലെ തന്നെ മലയാളികളുടെ ഒരു പ്രസ്റ്റീജിയസ് ഷോ ആയി മാറിയിരിക്കുകയാണ്. 10 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാലഘട്ടം യൂറോപ്പിൻ്റെ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ജോലി ഉണ്ടായിരുന്നു, ആവശ്യം പോലെ കാശുണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാലും എവിടെയോ ഒരു ശൂന്യത നമുക്ക് അനുഭവപ്പെട്ടിരുന്നു. കേരളം വളരെ ദൂരത്താണെന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടായിരുന്നു. കേരളത്തിൽ എന്ത് നടക്കുന്നു എന്നറിയാനുള്ള ഒരു വെമ്പൽ നമുക്കുണ്ടായിരുന്നു. 10 വർഷങ്ങൾക്ക് മുമ്പ് ഏഷ്യനെറ്റ് യൂറോപ്പിൽ വന്നതോടുകൂടി ആ ശൂന്യത മാറുകയുണ്ടായി. ഇന്ന് യൂറോപ്പിൽ മലയാളികളുടെ ഇടയിൽ ഒരു പുതിയ തലമുറയെ തന്നെ വാർത്തെടുക്കാൻ ഏഷ്യനെറ്റിൻ്റെ വരവോടുകൂടി കഴിഞ്ഞു എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ അടുത്ത കാലത്തായി കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് പൈറസി എന്ന് പറയുന്നത്. എത്രയോ കോടിക്കണക്കിന് രൂപ ചെലവാക്കിയാണ് ആൾക്കാർ ഒരു സിനിമ നിർമ്മിക്കുന്നത്. ആ സിനിമ ഇറങ്ങുന്ന അന്ന് തന്നെ പൈറസി എന്ന പേരിൽ കമ്പ്യൂട്ടറിലൂടെ എല്ലാവരെയും കാണിക്കാൻ വെമ്പൽ കൊള്ളുന്ന ഒരു കൂട്ടം ക്രിമിനൽസ് ഉണ്ടല്ലോ, അവരെ യാതൊരു കാരണവശാലും എൻകറേജ് ചെയ്യരുത്. ഇത് പറയാൻ കാരണം ഏഷ്യനെറ്റിൻ്റെ യൂറോപ്പിൻ്റെ പ്രവർത്തനത്തെയും ഒരു കൂട്ടം പൈറസി ആൾക്കാർ ഇൻ്റർനെറ്റിലൂടെ ഇനി ഒരിക്കലും കാശ് തരണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് സമീപിക്കുന്നുണ്ട്. അത്തരം ആൾക്കാർ ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഒറിജിനൽസിനെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഒറിജിനൽ ഇല്ലെങ്കിൽ ഒരിക്കലും പൈറസി ഇല്ല. അപ്പോൾ ഈ പൈറസിയെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നല്ല സിനിമയുണ്ടാകുന്നില്ല, നല്ല ചാനലുകൾ യൂറോപ്പിലുണ്ടാകുന്നില്ല. ഇത് ബൈ ചാൻസ് പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് യൂറോപ്പിലെ വളർന്നു വരുന്ന കലാകാരന്മാരെയും കലാകാരിയെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ചടങ്ങിലേക്കാണ്. കഴിഞ്ഞ മാസം 3-ാം തീയതി നടന്ന ഓഡിഷനിലൂടെ തിരഞ്ഞെടുത്ത പ്രതിഭകളാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവരുടെ മാറ്റുരയ്ക്കുന്നത്. അവരെയെല്ലാം ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇത് ജഡ്ജ് ചെയ്യാനായി ധാരാളം ആൾക്കാർ എത്തിയിട്ടുണ്ട്. അവരെല്ലാം വളരെ ശ്രമപ്പെട്ടാണ് ഇതിൻ്റെ 1-ാം സ്ഥാനവും 2-ാം സ്ഥാനവും കുട്ടികളെ കണ്ടുപിടിക്കുന്നത്. അവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ വിശിഷ്ട വ്യക്തിയാണ്. ഒരു കലാകാരി എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ പാട്ട് പാടാനുള്ള കഴിവുണ്ടാവും, അഭിനയിക്കാനുള്ള കഴിവുണ്ടാവും, ഇതിലേതെങ്കിലുമേ കാണത്തുള്ളൂ. ഒരു യഥാർത്ഥ കലാകാരിയെയാണ് നമുക്കിന്ന് അതിഥിയായി ലഭിച്ചിട്ടുള്ളത്. പാടാനായാലും നൃത്തം ചെയ്യാനായാലും അഭിനയത്തിനായാലും തൻ്റെ കഴിവ് തെളിയിച്ച നിങ്ങളെ എല്ലാം പ്രിയങ്കരിയും നമ്മുടെ വിശിഷ്ട അതിഥിയുമായ മമത മോഹൻദാസിനെ യൂറോപ്പിലെ എല്ലാ മലയാളികളുടെ പേരിലും ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാം അറിയാം, മമത വളരെ റീസെൻ്റ്ലി മാരീഡാണ്. പ്രജിത്ത് വലിയ ബിസിനസ്മാനാണ്. എത്രയോ തിരക്കുണ്ടായിരുന്നിട്ടും അദ്ദേഹം ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാമെന്ന് സമ്മതിച്ച് നമ്മളോട് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് മിസ്റ്റർ പ്രജിത്ത്, പ്ലീസ് ഗിവ് എ റൗണ്ട് ഓഫ് അപ്ലോസ് ടു അറ്റൻഡ് ദിസ് ഫംഗ്ഷൻ. ഇത് 10ാം വാർഷികമാണ് യൂറോപ്പ് ടാലന്റ് കോൺടെസ്റ്റിൻ്റെ. ഈ 10 വർഷവും ഇവിടെ വന്ന് നമ്മളെ ഇതുപോലെ സഹായിക്കുന്ന ഇവിടുത്തെ നല്ലവരായ യൂറോപ്പിലെ നല്ലവരായ നാട്ടുകാർ കാരണമാണ് ഇത്തരം പ്രോഗ്രാമുകൾ തന്നെ നിലനിന്ന് പോകുന്നത്. ഈ പ്രോഗ്രാമിലേക്ക് ഏഷ്യനെറ്റ് യൂറോപ്പിൻ്റെ പേരിൽ എല്ലാ മലയാളികളെയും
ഞാൻ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് എൻജോയ് ദിസ് ഷോ. താങ്ക് യു. താങ്ക് യു വെരി മച്ച് സർ. Thank you, sir. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നു വേണ്ട എല്ലാ സൗത്ത് ഇന്ത്യൻ ഭാഷകളിലും തൻ്റെ മികവ് തെളിയിച്ച അഭിനേത്രി, യുവഹൃദയങ്ങളുടെ ഹരമായ ശാലീന സുന്ദരി, എന്നാൽ അതോടൊപ്പം ഏത് മോഡേൺ വസ്ത്രധാരണം ഇണങ്ങുന്ന പെർഫെക്റ്റ് പേഴ്സണാലിറ്റി. താനൊരു അഭിനേത്രി മാത്രമല്ല, മികച്ച ഗായിക കൂടിയാണെന്ന് കൂടി തെളിയിച്ച കഴിവുറ്റ കലാകാരി. She has won Best Actress Award, 2 Filmfare Awards, and our very own Asianet Award. And of course, not forgetting, she has also famously won Best Female Playback Singer in Telugu. So ladies and gentlemen, please put your hands together for our chief guest, The very gorgeous multi-talented Mamta Mohandas. കൂടുതൽ മാറ്റിരിക്കാനായി പ്രജിത്തും ഇന്ന് നമ്മോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. Put your hands together once again for Prajit and Mamta. First of all, a very good evening to European Malayalis. എനിക്ക് തോന്നുന്നു ഈ വേദിയിൽ ആണ് എനിക്ക് ശരിക്കും ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ഒരു ലിബർട്ടി കിട്ടുന്നത്. ബിക്കോസ് നാട്ടിൽ എവറിബഡി ഇൻസിസ്റ്റ് ദാറ്റ് ഐ സ്പീക്ക് ഇൻ മലയാളം, വേഴ്സ് ഐ എം മോസ്റ്റ് കംഫർട്ടബിൾ ഇൻ ഇംഗ്ലീഷ്. സോ once again, very good evening, and I think it's quite early that you're asking me to speak. I thought I'll get a lead before I start speaking. Today, this evening, it's very, very special for me because ideally it's the first show that me and my husband, Prajit, are attending together. So I'm sure Asianet is also going to be happy about it, and you've made that possible. And well, first of all, I need to thank Mr. Sri Kumar for this sincere effort in bringing me and Prajit in front of all of you. It's a great opportunity because I have not really been touring much through my career. Right from the first year of my career, which was back in 2005, ഞാൻ ഇന്ന് വരെ ഒരു മലയാളമോ അതോ ഒരു യൂറോപ്പ് ആൻഡ് ഏഷ്യനെറ്റ് ടൂർ ഞാൻ ഇന്ന് വരെ പോയിരുന്നില്ല. സോ I would like to say that this is the first time that I'm actually coming in front of people abroad, and it's a great privilege, and I'm really happy that it's happening. Better late than never, because it's already the 6th year in my career, and I have already decided to settle down, and that is how the marriage happened. And we're 2 months into the wedding now. Yeah, 2 months into the wedding. Adonde both me and Prajit are very happy, and nammal wholeheartedly we thank Mr. Sri Kumar and his family for giving us this opportunity to come in front of all of you today. Speaking about what the evening is going to be about, we're going to see the European talents. ഞാൻ നാട്ടിലിരിക്കുമ്പോൾ ടിവിയിൽ ഞാൻ ഒരുപാട് യൂറോപ്പ് ഏഷ്യനെറ്റ് ഷോസ് ഒക്കെ ടിവിയിൽ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. And I think there's a lot of talent, but I would really, I really think the parents need to be appreciated because you put so much of effort. ഞാനും ഒരു NRI ആണ്, so I know how much of effort goes in introducing the homeland to your children who are born and brought up in
abroad countries, because it's so difficult to have them connected to Kerala over and over again, because you need to keep reminding them, nammal Malayaliyana, Malayalamil samsarikku. So I think it's the parents who need to be congratulated, and I'm sure all those final contestants and the parents and students, എനിക്ക് തോന്നുന്നു രാവിലെ മുതൽ തന്നെ they must be rehearsing for this grand finale, and I wish them all the best, and of course all the other young kids who are interested to come forward and participate in the years to come and make this successful, because you should always know one thing, that ഈ യൂറോപ്പിൽ നിന്ന് മാത്രം compete ചെയ്യുന്നതിനെ കൊണ്ട്, and when you come forward into the first position, you always need to know that the more you fight to win something, to succeed something, there's a whole ocean waiting out there internationally if you need to compete with, you know, those who are really, really competitive. And it's a very, very competitive world out there. So I hope every parent is trying to bring the best out of their child in whatever it may be, academics or extracurricular. So with those words, I would like to say that enjoy the show, and I'm really happy to be here. You will hear more from me once I get an idea of what's going to happen over here. I think I'll also get into the groove of speaking more with you, and I hope you're all doing okay. I can't hear anything. Are you all fine? Are you all happy to see me here? Okay, usually എനിക്ക് ഇവിടെ നിന്ന് സംസാരിക്കുന്ന ഒട്ടും ഇഷ്ടമില്ല. I'm such an informal person that I like to, you know, have a one-on-one chat, and both me and Prajit are actually like that. And he's telling me I don't know why I'm here. Okay, well, I'd like him to say a few words as well. So just say hello. That's the first time I'm getting such an applause and support from people, so I'm actually enjoying this 5-minute fame for myself. I was telling Mr. Sri Kumar, why am I on stage? Why are you going to call me up on stage? It's Mamta, she's a celebrity, but it feels good, huh? Be on stage and talk to all these people. It's funny, yesterday Mr. Sri Kumar was asking my husband, will you speak? And he said, illa, Mamtayana celebrity, njan ende kachodam maathre nokkunnullu. He was being such a Malayali saying that, but well, okay. I'm very informal because my business is, the main is like we deal with garbage. So I'm a garbage man basically. So so that's how I also got Mamta to marry me. I said, hey Mamta, marry me, your future will be garbage. She fell for it. So anyway, well, thank you, and thank you for the receiving, and thank you for letting me speak. Still don't know why, but hope you guys enjoy the show, and good luck to all the kids, right? I think you will see a lot of great talents. Thank you. All right. Thank you very much, and I really enjoyed the Bhangra receiving. Actually, Prajit and I like Bhangra music very much, and the dhol. So I think that's a speciality of London as well. I'll let them carry on with the show, and I'll speak to you again a little later in the evening. Thank you very much. ശാസ്ത്രീയ നൃത്തങ്ങൾ നമ്മുടെ നാടിന്റെ പ്രൗഢിയാണ്. നാട്യദേവനായ നടരാജമൂർത്തിയെ സ്തുതിച്ചുകൊണ്ട് ഈ വേദിയിലെ കലാവിരുന്ന് ഇന്നിവിടെ ആരംഭിക്കുകയാണ്. Ladies and gentlemen, we welcome you all to enjoy this prestigious cultural treat. So sit back and enjoy. ಚಂದ್ರಚೂಡ ಶಿವಶಂಕರ ಪಾರ್ವತಿ ರಮಣಯ ನಿನಗೆ ನಮೋ ನಮೋ. ಚಂದ್ರಚೂಡ ಶಿವಶಂಕರ ಪಾರ್ವತಿ ರಮಣ ನಿನಗೆ ನಮೋ ನಮೋ. ಸುಂದರತರ ವಿರಾಗಧರ ಹರ ಸುಂದರತರ ವಿರಾಗ ಧರ ಗಂಗಾಧರ ಗಜ
ಚಂದ್ರಚೂಡ ಶಿವಶಂಕರ ಪಾರ್ವತಿ ರಮಣ ನಿನಗೆ ನಮೋ ನಮೋ. जातमावदनं गङ्गाचन्द्रसमागमतीर्थं प्रणवं नादमयुणरुं तुडियो वेदकलामृतपुण्यं प्रकृतियुं निन्निल विकृतियुं निन्निल स्वरங்களிലായി ലയങ്ങളിലായി शक्ति स्वरूपं ओम शिवोहम श्री शिवोहम ओम शिवोहम रुद्रं श्रीकरम्. पुरळलि वसिमरुद्राक्षವು ಧರಿಸಿದ ಪರಮ ವೈಷ್ಣವನು ನೀನೆ. ಗರುಡ ಗಮನ ನಮ್ಮ ಪುರಂದರ ವಿಠಲನ ಪ್ರಾಣ ಪ್ರಿಯನು ನೀನೆ. ಚಂದ್ರಚೂಡ ಶಿವಶಂಕರ ಪಾರ್ವತಿ ರಮಣ ನಿನಗೆ Ladies and gentlemen, the Supreme Power God is complete, and there is God in each and every entity around you.
He stands as the true symbol of love, and he gives you more and more as you keep on helping others. This dance was performed by students of the Sangeeta of the UK, and the performers are Anju, Akshara, Anekha, Ashwati, Kirtika, Kartika, Priya, Reema, Sharon, and Vismaya. This divine dance presentation was choreographed by Chitra Lakshmi, composed by Navneet Sundar, and sung by Anup Shankar. നമ്മുടെ ശാസ്ത്രീയ നൃത്തങ്ങൾക്ക് പകരം വെക്കാൻ മറ്റൊരു നൃത്തരൂപമില്ല എന്നതിന്റെ മികച്ചുദാഹരണമാണ് നമ്മളിവിടെ കണ്ടത്. ഹോപ്പ് യു ഓൾ എൻജോയ്ഡ് ദാറ്റ് കളർഫുൾ ട്രീറ്റ്. എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും മുൻ വർഷത്തെക്കാൾ ഏറെ വളരെ കൂടുതൽ കലാകാരന്മാരും കലാകാരികളും യൂറോപ്പിന്റെ പല ഭാഗങ്ങളിൽ നിന്നുമായി ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയിരുന്നു. അതിൽ നിന്നും തിരഞ്ഞെടുത്ത മികവുറ്റ പ്രതിഭകളാണ് ഇന്നിവിടെ മാറ്റുരയ്ക്കുന്നത്. വർഷങ്ങളോളമുള്ള ചിട്ടയായ പഠനത്തിലൂടെ മാത്രം സ്വായത്തമാക്കാവുന്ന ഒരു നൃത്തരൂപമാണ് ഭരതനാട്യം. ഇന്നത്തെ കോമ്പറ്റീഷനിലെ ആദ്യത്തെ മത്സര ഇനം ഭരതനാട്യം. Before we start, let's introduce our judges for this dance competition. First, I would like to welcome onto the stage our first judge, Srimati Leah Jeevan. Please welcome our second judge, Dr. Asha Pillai. Now I would like to welcome our third judge, Srimati Panjami Prabhu. Now, I'd like to call our first contestant, Josny Jose. Gopiya